പക്ഷെ ഈ മൂവിയിൽ ഇവൻ ഒരു സ്റ്റുഡന്റ് ലൈക്ക് ഇവന് ഹൾക്കിന്റെ ബ്രൂസ് ബാനറിന്റെ അടുത്തുനിന്ന് എന്തോ ഒരു കാര്യം അറിയാനുണ്ട്. ആ അത് മനസ്സിലായി. അപ്പൊ ഇവനെ ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടി ESUവിന്റെ തെറ്റിട്ട് ഇവന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഉം, ആ ഉം. അതിന്റെ ബ്രൂസ് ബാനർ ചോദിക്കുന്നില്ല യു ആർ നോട്ട് വൺ മൈ സ്റ്റുഡന്റ് അങ്ങനെ എന്തോ ചോദിക്കുന്നുണ്ടല്ലോ. അത് സംഭവം ലൈക്ക് ഇവന്. ഇവൻ ഫേക്ക് നെയിം വെച്ചിട്ടും ലൈക്ക് എടാ നീ ലൈബ്രറി നോക്ക്, സെയിം ഇവൻ ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനെ ആണെങ്കിലും പറ്റി ഐഡിയ ഇല്ലല്ലോ. യു ആർ നോട്ട് വൺ ഓഫ് മൈ സ്റ്റുഡൻസ് എന്നാണ് ചോദിക്കുന്നത്. അതായത് എൻ്റെ സ്റ്റുഡൻ്റ് ആ അല്ലല്ലോ. ചിലപ്പോൾ ഇവൻ വേറെ ആ യൂണിവേഴ്സിറ്റിയിൽ ഇവൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ടാവില്ല, വേറെ പ്രൊഫസറിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ടാവും. വേറെ ഒരു പ്രശ്നമുണ്ട്. ആ അതായത് ഇവന് ഇവൻ ഇതില് ക്യാമ്പ് ഇവൻ എവിടെയും പഠിക്കുന്നതായിട്ട് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇവനെല്ലാം വീഡിയോയിലാണ് കാണുന്നത്. ലൈക്ക് ഇവർ MITയിൽ പോയിട്ട് പഠിക്കുന്നത്. കാരണം ഈ പീറ്റർ പാർക്കർ എന്നുള്ള ക്യാരക്ടറിനെ എല്ലാവരും മറന്നു. സോ അവന് എവിടെയും അഡ്മിഷൻ കിട്ടില്ല. സോ അതുകൊണ്ടാണ് അവൻ എല്ലാ ദിവസവും രാത്രി ഇവരുടെ വീഡിയോസ് കാണുന്നത്. ലൈക്ക് ഇവർ അല്ല, MITയിൽ പോയിട്ട് വേറെ ഇവന് വ്ളോഗ് ചെയ്യുന്നത്. വേറെ പേരിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. അതിനിപ്പോൾ എന്താ ഇത്ര പാട്? ഇവനാണോ വേറെ പേരും അഡ്രസ്സും ഉണ്ടാക്കാൻ പാട്? സ്റ്റാർക്കിൻ്റെ പക്ഷെ സർവൈലൻസ് ഒക്കെ മൊത്തം ഉണ്ട്. ഇവൻ അങ്ങനെ പഠിക്കുന്ന ലൈക്ക് ഒരു ഒരു മിനിറ്റ് ഒരു 10 സെക്കൻഡിന്റെ ഷോട്ട് പോലെ അവൻ ഒരു കോളേജ് സ്റ്റുഡന്റ് ആണെന്ന് അല്ല, കാണിക്കുന്നില്ല. ലൈക്ക് ഇവൻ അത് ഓൾറെഡി അത് ഡിപ്രസ്ഡ് ആണ്. അത് കാണിക്കുന്നില്ല, കാണിക്കേണ്ട ആവശ്യം പടത്തിൽ വന്നിട്ടുമില്ല. ലൈക്ക് അല്ലെങ്കിൽ വെറുതെ ആരെങ്കിലും വേറെ ഏതെങ്കിലും കോളേജിൻ്റെ ടീഷർട്ട് ഇട്ടിട്ട് പോവോ? ഇല്ല. എന്നിട്ട് അല്ല അത് കോളേജിൻ്റെ കാരണം കോളേജിൻ്റെ മെർച്ചല്ലേ. അതെ കോളേജിന്റെ ആ മെർച്ചാണ് കാരണം ഇവൻ അതന്നെ, കോളേജ്. അതന്നെ നീ അതെ ബ്രൂസിന്റെ സ്റ്റുഡന്റ് അല്ല. പക്ഷേ ബ്രൂസിന്റെ സ്റ്റുഡന്റ് അല്ല, ഓക്കെ, സമ്മതിച്ച്. അതുകൊണ്ട് ഇവന് ആ കോളേജിലേ പഠിക്കുന്നില്ല എന്ന് എന്തായാലും ഉറപ്പിക്കാൻ പറ്റൂല. 100% ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. ലൈക്ക് പടത്തിൽ ആ എവിടെയും പറയുന്നില്ല ഇവൻ പഠിക്കാൻ പോകുന്നില്ല എന്ന്. ആ ആ അല്ല പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവന് എങ്ങനെയാണ് പോസിബിൾ ആവുക നമുക്ക് ഒരു ക്യാമ്പസിൽ പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? അത് തന്നെയല്ലേ അവൻ ചെയ്ത്. ഹോം കമ്മിങ്ങിൽ അവൻ +2 പഠിച്ചുകൊണ്ടിരുന്നല്ലേ ബാക്കി പണിയെല്ലാം ചെയ്ത്. അല്ല ആണ്. ഇപ്പം ഇവൻ പീറ്റർ പാർക്കർ ഇവന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടല്ലോ. പീറ്റർ പാർക്കർ ആരാണെന്ന് മറന്നു. സോ അതുകൊണ്ടാണ് ഇവൻ MITയിലല്ല പഠിക്കുന്നത് എന്ന് ഇതിൽ കൺഫേം ആണ്. ലൈക്ക് MIT-യിലല്ല ഞാൻ പറഞ്ഞ ESU, അതാ എംപയർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. MIT-യിലല്ല, അത് ഉറപ്പാ. അതുകൊണ്ടല്ലേ അവൻ എംപയർ അവരെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അതിന് ഇതല്ലേ എംപയർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഈ പിക്ചറിൽ കാണിക്കുന്നത്. ആ ബ്രൂസ് ബാനർ ഉള്ളത്. ബ്രൂസ് ബാനറുള്ള എംപയർ ആ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വേറെ, മറ്റൊരു പഠിക്കുന്ന MIT വേറെ, രണ്ടും വേറെ വേറെ. അവൻ ആ ഇവിടെ അതെ. പഠിക്കുന്നു, അവരവിടെ പഠിക്കുന്നു. പക്ഷെ ടോം ഹോളണ്ടിന്റെ കേസ് എടുത്ത എംപയർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിന്റെ ലൈബ്രറി എവിടെയാണെന്ന് അവൻ അറിയില്ല. ലൈക്ക് അവൻ ആ ക്യാമ്പസിലെ സ്റ്റുഡന്റ് അല്ലാന്ന് അല്ല, പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ലൈബ്രറി എവിടെ അല്ലാന്ന് അറിയാത്തതല്ല, അവൻ ലൈക്ക് ലൈബ്രറിയിലേക്കല്ല പോകുന്നത്. എടാ അവന് അതെ. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതാന്ന്. പക്ഷെ അവൻ ബ്രൂസ് ബാനർ പറഞ്ഞപ്പോൾ ജസ്റ്റ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു പോകുന്നതാ. അതുകൊണ്ടാണ്, അല്ലാണ്ട് അവൻ ലൈബ്രറി ഇടാന്ന് അറിയിട്ടൊന്നല്ല. ആ ലൈബ്രറിയിലേക്ക് ബ്രൂസ് ബാനറിനോട് പറഞ്ഞിട്ട് അവൻ വേറൊരു ഡയറക്ഷനിലേക്ക് പോകും. അപ്പം ആ ബ്രൂസ് ബാനറിന് മനസ്സിലാവാൻ ലൈബ്രറിയിലേക്കല്ല പോകുന്നത്. അപ്പം ആ ബ്രൂസ് ബാനർ പറയും യു ആർ നോട്ട് വൺ ഓഫ് മൈ സ്റ്റുഡന്റ്. ലൈക്ക് അവൻ ഈ കോളേജിന്റെ സ്റ്റുഡന്റ് അല്ലാന്ന് ബ്രൂസ് ബാനറിന് മനസ്സിലായി. അല്ലല്ല, അപ്പം അവൻ അവനൊന്നും ആൻസർ യു ആർ ചെയ്യുന്നില്ല. യു ആർ നോട്ട് വൺ ഓഫ് മൈ സ്റ്റുഡൻറ് എന്നാണ് പറയുന്നത്. മൈ സ്റ്റുഡൻറ് എന്ന് ഇത് തറപ്പിച്ച് മൈ എന്ന് പറയുന്നുണ്ട്. മൈ എന്ന് ഡയലോഗിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം അതുകൊണ്ടാണ്. അല്ലെങ്കിൽ യു ആർ വൺ ഓഫ് സ്റ്റുഡൻറ്, ഇവിടുത്തെ സ്റ്റുഡൻ്റ് അല്ല അല്ലേന്ന് ചോദിച്ചാൽ പോരെ, അല്ല എന്ന് പറഞ്ഞാൽ പോരെ. ഇവിടുത്തെ എന്നല്ല, എൻ്റേതല്ല എന്നാണ് പറഞ്ഞേ. ലൈക്ക് മൈ എന്ന് പറയാനുള്ള കാരണം എന്താ? ലൈബ്രറി, അത് ബ്രൂസ് ബാനറിന് മനസ്സിലായി. ലൈക്ക് നീ ആ ലൈബ്രറിയിലാന്നിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ തന്നെ ബ്രൂസ് ബാനർ മനസ്സിലായി ഇവൻ എന്തോ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നോട് കളവ് പറഞ്ഞതാണ്. എന്നിട്ട് ആ ആക്കിയിട്ട് പറയുന്നതാണ് ലൈബ്രറി അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് എന്ന്. അതാണ് സംഭവം. ഉം. അതാണ് അതിൻ്റെ ടോൺ. ബ്രാൻഡ് ന്യൂ ഡേ അങ്ങനെയാണോ? ആ അതിൻ്റെ ടോൺ അങ്ങനെയാണ്. ലൈക്ക് സ്പൈഡർമാൻ എപ്പോഴും ലൈക്ക് അതാ ഞാൻ പറഞ്ഞു, സ്പൈഡർമാൻ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ്. അവൻ എപ്പോഴും കോളേജ് ലൈക്ക് കോളേജിലെ പഠിപ്പിസ്റ്റ്, അത് അവൻ്റെ ഒരു കോർ ഐഡൻറ്റിറ്റിയാണ് സ്പൈഡർമാൻ പീറ്റർ പാർക്കർ എന്നുള്ള ക്യാരക്ടറിൻ്റെ. ഉം ഉം. അതെന്തായാലും ഒഴിവാക്കൂല. ലൈക്ക് അതെന്താ ഈ സിനിമയിൽ അത് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവൻ്റെ ക്ലാസ് കാണിക്കേണ്ട ആവശ്യം. ലൈക്ക് MJയും നെഡും ഒന്നും ഇല്ലാണ്ട് പിന്നെ ആ ക്ലാസ്സിൽ കാണിക്കാനൊന്നും ഇല്ലല്ലോ. ഇവന് കെമിസ്ട്രി ആയിട്ട് ആരും ഇല്ലല്ലോ അവിടെ.
MJ നെഡും ഇല്ല. പുറത്തുപോയി. ഇവനും ജസ്റ്റ് ഏതോ ഒരു റാൻഡം ഗൈ കോളേജിൽ പോകുന്ന പോലെ രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു, അത്രേ ഉള്ളൂ. അത് ബേസിക്കലി ഉം. ലൈക്ക് പീറ്റർ പാർക്കറിൻ്റെ കോളേജ് ജീവിതം കാണിക്കേണ്ട ആവശ്യം വരിക അവിടെ അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോഴാണ്. ഈ സ്റ്റോറി ആ ലൈനിൽ അവിടെ അവൻ്റെ ഫ്രണ്ട്സ് ഇല്ല, ഫ്രണ്ട്സ് വേറെ കോളേജിലാണ്. അപ്പോൾ അവിടെ ആ ഒരു ആ ആ സ്റ്റോറി ആ. ലൈൻ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. പിന്നെ കോളേജ് അല്ലാണ്ട് ബ്രൂസ് ബാനർ പഠിപ്പിക്കുന്ന കോളേജ് കറക്റ്റ് ക്ലാസ് സംഭവമൊക്കെ ഇവൻ അറിയുന്നില്ലേ, ഇന്ന ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊക്കെ പഠിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ആ അത് ശരിയാ. ലൈക്ക് അവൻ വേറെന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റോ വേറെന്തെങ്കിലും ആ ഇത് ആയിരിക്കും. കോഴ്സിലോ ആയിരിക്കും. സെയിം കറക്റ്റ് ടൈം ടേബിൾ വരെ അറിയാം. ആ പക്ഷെ അത് അവര് പ്രോപ്പറായിട്ട് അവര് പറഞ്ഞില്ല. ലൈക്ക് അത് ഭയങ്കര ഫാസ്റ്റ് സ്ക്രീൻ പ്ലേ ആയിരുന്നു. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നോണ്ട് അതിന് ലൈക്ക് ഒരു ഒന്നിനും ഒരു പടത്തിന് ക്ലാരിറ്റി കിട്ടിയില്ല. ഒരു പടത്തിൽ എങ്ങനെയാണ് ഫുള്ള് കാണിക്കുക? നീ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ഇവൻ രാവിലെ കോളേജിൽ പോകുന്ന കാണിക്കണം, ഇവന് വൈകുന്നേരം ഡെൽമാറിൻ്റെ അവിടെ പണിയെടുക്കുന്ന കാണിക്കണം. ലൈക്ക് ഫുള്ള് കാണിക്കാൻ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ കാണിക്കണമെന്നില്ല. ചിലത് ലൈക്ക് മാത്രം. ഫുൾ അല്ലെങ്കിൽ പിന്നെ ഫുള്ള് അവൻ്റെ ലൈഫ് ഫുള്ള് മൊത്തം കട്ട് മൊണ്ടാജ് പോലെ ഇങ്ങനെ പെട്ടെന്ന് കട്ട് 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 ഇങ്ങനെ ചെയ്ത് അതിലൊരു ഫണ്ണില്ലല്ലോ. ഇതൊന്ന് ഡയറി വായിക്കുന്ന പോലെ ഉണ്ടാവുമല്ലോ മൂവി ഡയറി എന്ന് വായിക്കുന്ന പോലെ പറയുമ്പോൾ. ഉണ്ടാവും. ആ പിന്നെ ഇവര് സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി, ടോം ഹോളണ്ട് ലൈക്ക് പീറ്റർ പാർക്കറിന്റെ വോയിസ് ഓവർ, ലൈക്ക് തുടക്കത്തില് പീറ്റർ പാർക്കർ എന്താണെന്നൊക്കെ വോയിസ് ഓവറിലാണല്ലോ പറയുന്നത്. ഐ എം പീറ്റർ പാർക്കർ, ഞാൻ അങ്ങനെയാണ്, നോവയോമിൽ എല്ലാവരും മറന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. അപ്പം അങ്ങനെ പറയുന്നതിന്റെ ഇടക്ക് മെൻഷൻ ചെയ്യാം, ലൈക്ക് എന്റെ അതന്നെ. പേരെല്ലാരും അത് മറന്നോണ്ട് അത് എനിക്ക് അത് ക്യാമ്പസിൽ എവിടെ അഡ്മിഷൻ അതന്നെയാണ് കിട്ടിയില്ലെന്നോ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ മാർവലിൻ്റെ മെയിൻ പ്രശ്നം പണ്ടായിരുന്നു. സ്പൂൺ ഫീഡിങ് ഇൻഫർമേഷൻ. അതായത് ആ ലൈക്ക് ഇത് കഴിഞ്ഞതിലെല്ലാം മറന്നു, അതെല്ലാം ഓഡിയൻസിനോട് പറയേണ്ട ആവശ്യം എന്താ? അതെല്ലാം പണ്ട് കണ്ടിട്ട് വരണം, അല്ലാണ്ട് ഈ പുതിയ പടം കണ്ടിട്ട് പഴയ കഥ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കലല്ല. ബ്രാൻഡ് ന്യൂയുടെ തുടക്കം തന്നെ അങ്ങനെയായിരുന്നു അല്ലേ? ഏ ബ്രാൻഡ് ന്യൂയുടെ അങ്ങനെയായിരുന്നു തുടങ്ങിയത്. ഫുള്ള് മൊത്തത്തിൽ റീക്യാപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ലൈക്ക് മൊത്തം പീറ്റർ പറയേണ്ട ഒരു പാർക്കറുടെ വോയിസ് ആവശ്യം. ഓവർ. അതായത് ഇതിൽ ഈ പടത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലൈക്ക് ഇവരിങ്ങനെ ഓരോ സംഭവങ്ങൾ ഇട്ട് തരും. ഇപ്പോൾ അതിൽ തന്നെ എല്ലാവരും പറയുന്നു സ്കാറിനെ, ഹൽക്കിൻ്റെ മോനെ ആൾക്കാർ മറന്നോ? ഇല്ല, മറന്നിട്ടില്ല. ലൈക്ക് അവിടെ അവൻ്റെ ആ പിക്ചർ കണ്ടത് നമ്മൾ പിന്നെ കണ്ടു. ലൈക്ക് എല്ലാ കാര്യങ്ങളും ഡയലോഗിലൂടെയും സ്റ്റോറി ടെല്ലിങ്ങിലൂടെയും പറയാൻ ഒരു കഥയ്ക്ക് ഒരു സിനിമയിലും പറ്റൂല. ലൈക്ക് ചില കാര്യങ്ങൾ ഈ ബുക്കിലാണെങ്കിൽ ഈ വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറയലുണ്ട്. അതുപോലെ സിനിമയിലാകുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യണം, കഥയിലാണെങ്കിലും ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും കണ്ടിട്ട് മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ റീവൈൻഡ് അടിക്കണം, ചിലത് പോസ് അടിക്കണം. ലൈക്ക് ഒബ്വിയസ്ലി അങ്ങനെയാണ്. ഒരു ബുക്ക് തന്നെ നീ രണ്ടാമത്തെ വാട്ടം വായിക്കുമ്പോൾ ആദ്യം വായിച്ച പോലെ ആയിരിക്കില്ല.